ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, യഹൂദർ ഇന്ന് യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ ഞങ്ങളോട് വ്യക്തമായിട്ട് പറയുക എന്ന്. യേശുനാഥൻ വളരെ കൃത്യമായിട്ട് മറുപടി പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞുവെന്ന്. പ്രിയരെ, യേശുനാഥനോട് എല്ലാ ദിവസവും നാമും ചോദിക്കുന്ന ചോദ്യമാണിത്. യേശുവേ, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ഹിതം എന്താണ്? ഞാൻ എന്താണ് എല്ലാ ദിവസവും ചെയ്യേണ്ടത്? യേശുനാഥൻ ഇതേ മറുപടിയാണ് നമ്മോടും പറയുന്നത്, ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞുവെന്ന്. അതെ, യേശുവിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ശബ്ദം സ്ഥിരതയുള്ളതാണ്. അത് നമ്മോട് എപ്പോഴും മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നാം അത് കേൾക്കുന്നില്ല എന്നതാണ് സത്യം. നാം അത് കേൾക്കുവാനായിട്ടുള്ള കഴിവ് വളർത്തിയെടുത്തിട്ടില്ല. യേശുവിൻ്റെ ആടുകളാണെങ്കിൽ യേശുവിൻ്റെ ശബ്ദം തീർച്ചയായിട്ടും തിരിച്ചറിയും. നാം നിർഭാഗ്യവശാൽ പലപ്പോഴും യേശുവിൻ്റെ അജഗണത്തിൽ നിന്ന് വിട്ടുപോകുന്നു. അവിടുത്തെ സ്വരം കേൾക്കുവാനായിട്ട് പരാജയപ്പെടുന്നു. എനിക്കുള്ളവ എൻ്റെ സ്വരം കേൾക്കുന്നുവെന്ന് യേശു കൃത്യമായിട്ട് പറയുകയാണ്. എന്തൊക്കെയാണ് യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നതിൽ നിന്ന് നമ്മെ തടസ്സപ്പെടുത്തുന്നത്? അത് പല രീതിയിലുള്ള ഉത്കണ്ഠകളും ഭയവുമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഉള്ളിലുള്ള അഹങ്കാരമായിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരിയേറെ ഡിസ്ട്രാക്ഷൻസ്, നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ലോകത്തെമ്പാടുമുണ്ട്. ഇതൊക്കെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നുണ്ട്. യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിയാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗമാണ് ആ ബൈബിൾ എന്ന് പറയുന്നത്, യേശുവിൻ്റെ വചനത്തിലൂടെ യേശുവിൻ്റെ ശബ്ദവുമായിട്ട് നമുക്ക് വളരെയധികം ഫെമിലിയറൈസ് ചെയ്യുവാനായിട്ട്, നമ്മെ തന്നെ ആ ശബ്ദവുമായിട്ട് ട്യൂൺ ചെയ്തെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ എപ്പോഴും യേശുവിൻ്റെ ഹിതം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനം കൃത്യമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ കയ്യിലുള്ളവയെ ആരും എന്നിൽ നിന്ന് തട്ടിയെടുക്കുകയില്ല എന്ന്. യേശുനാഥൻ നൽകുന്ന ഉറപ്പാണ്. നാം നമ്മുടെ ഭാഗം ചെയ്യണം. പക്ഷേ യേശുവിൻ്റെ ഹിതം എന്താണെന്ന്, എല്ലാ ദിവസവും നാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ചെയ്യുവാനായിട്ട് തയ്യാറായാൽ സുരക്ഷിതത്വം ഉറപ്പാണ്. അത് യേശുവിൻ്റെ ഉറപ്പാണ്. പ്രിയ സഹോദരങ്ങളെ, അതിനാൽ നമുക്ക് ബൈബിൾ പാരായണത്തിലൂടെ, കൃത്യമായിട്ടുള്ള യോഗ്യതയോടുകൂടെയുള്ള കുദാശ സ്വീകരണത്തിലൂടെ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ ഹിതം മനസ്സിലാക്കി ജീവിക്കാം. അങ്ങനെ സുരക്ഷിതരായിത്തീരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.